Hi all. So നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ്, പിന്നെ അതിനൊക്കെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാന്നതിനൊക്കെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത് ഫിസിക്സിലൊക്കെ. അതിനെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ആസ്പെക്റ്റിൽ എങ്ങനെയാണ് വ്യൂ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് അനാലിസിസിന് വേണ്ടിയൊക്കെ പല ടൈപ്പ് ഐഡിയലൈസേഷൻ ഒക്കെ ആവശ്യമുണ്ട്. സോ ഐഡിയലൈസേഷൻ എടുക്കുന്ന ഒരു ഫാക്ടർ മാത്രമാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലാനറ്റ്, ഇപ്പൊ നമ്മളുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ പ്ലാനറ്റ് എർത്ത് നമ്മളുടെ മേലിൽ പ്രയോഗിക്കുന്ന എന്താ ഗ്രാവിറ്റേഷൻ പുള്ളിനാണ് നമ്മളുടെ വെയിറ്റ് എന്ന് പറയാം. ഇപ്പം നമ്മളുടെ വെയിറ്റ് എന്ത് ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാലും ആ ഒബ്ജക്റ്റിൽ എർത്ത് കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. സോ ആ വരുന്ന ഫോഴ്സ് മുഴുവനായിട്ട് ആ ഒബ്ജക്റ്റിന്റെ ഒരു പോയിന്റ് കൂടി ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കോൺസെപ്റ്റ്. കാരണം അങ്ങനെ പോയിന്റ് ആയിട്ട് അതൊരു ഐഡിയലൈസേഷൻ ആണ്. നമുക്ക് എൻറ്റയർ ഒബ്ജക്റ്റിനെ ഒറ്റ പോയിന്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്നുവെച്ചാൽ അത് അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമ്മളൊരു സിമ്പിൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ, സേ ഇഫ് ഐ ഹാവ് എ ബോഡി, ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ബോഡീന്റെ ഏറ്റവും ചെറിയ ഡിവിസിബിൾ ആണ് പാർട്ടിക്കിൾ. ഒരു ബോഡിനെ നമുക്ക് മുറിച്ച് എത്ര ചെറിയ മാക്സിമം എത്ര വരെ അതിനെ നമുക്ക് മുറിച്ച് കൊണ്ടുപോകാൻ പറ്റും, അല്ല മാക്സിമം എത്തുന്ന ചെറിയ പോയിന്റാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയാം. നമുക്ക് പറയുകയാണെങ്കിൽ ആറ്റത്തിന്റെ ഉള്ളിൽ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, അതിനെ നമുക്ക് മുറിച്ചേക്കാത്തില്ല. അങ്ങനെ നമ്മൾ ചെല്ലുന്ന ഏറ്റവും ചെറിയ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയാം. സോ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ assemblage of particles in n number of particles ഉണ്ടാവും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ മൊത്തം പാർട്ടിക്കിളിന്റെയും കൂടി വെയിറ്റ് ആയിരിക്കും ആ ബോഡിയുടെ വെയിറ്റ് വരിക. സോ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ അതിൻ്റെ അകത്ത് ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു. ആ പാർട്ടിക്കിളിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DW1 ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് പാർട്ടിക്കിൾ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ DW2, തേർഡ് പാർട്ടിക്കിൾ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ DW3, ഫോർത്ത് പാർട്ടിക്കിൾ DW4, അങ്ങനെ അപ് ടു ഒരു nth പാർട്ടിക്കിൾ ഉണ്ടോ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ DWN. അങ്ങനെ ഓരോ പാർട്ടിക്കിളിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രാവിറ്റേഷണൽ പുൾ വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഓരോ പാർട്ടിക്കിളിനും ഇൻഡിവിജ്വൽ ആയിട്ട് വെയിറ്റ് ഉണ്ട്. സോ ആ മൊത്തം ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ മൊത്തം ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെയും വെയിറ്റിനെ നമുക്ക് ഒറ്റ വെയിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് റിസൾട്ടന്റ് ഫോഴ്സസിന്റെ കോൺസെപ്റ്റ് അല്ലെ. റിസൾട്ടന്റ് ഫോഴ്സസ് പറഞ്ഞാൽ എന്താ, നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ ഒറ്റ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയാം അല്ലെ. ആ എല്ലാ ഫോഴ്സിന്റെയും എന്താ പറയാ ഒരുമിച്ചുള്ള ആപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ n ടൈപ്പ് ഫോഴ്സസ്, അതായത് n ടൈപ്പ് വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെയും റിസൾട്ടന്റ് എടുക്കാൻ പറ്റും. ഈ DW എന്നൊക്കെ പറയുന്നത് ഓരോ പാർട്ടിക്കിളിന്റെ വെയിറ്റ് ആണ്. സോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ വെയിറ്റിന്റെ റിസൾട്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ആ ബോഡിയുടെ സെൽഫ് വെയിറ്റ് അല്ലെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ആ ബോഡി നമുക്ക് അങ്ങനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റും ഉണ്ടാവുമല്ലോ അല്ലെ. ആ പോയിന്റിനാണ് നമ്മൾ പറയാ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ആ പോയിന്റാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. അത് ഇറ്റ്സ് എൻ അസംഷൻ. ഇറ്റ് ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് എൻറ്റയർ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. നമ്മൾ അസ്യൂം ചെയ്യാണ് ആ ഒരു പോയിന്റിലേക്ക് എൻറ്റയർ മാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തേക്കണം. അതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ എൻറ്റയർ ആയിട്ടുള്ള ഈ ഒരു പാർട്ടിക്കിളിനെ നമുക്ക് ഒരു ഒറ്റ പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അനാലിസിസ് കുറേ കൂടി സിംപ്ലർ ആവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ പോയിന്റിലേക്കാണ് റിസോൾവ് ചെയ്യിപ്പിക്കുന്നത്. സോ ആ റിസൾട്ടന്റ് ഫോഴ്സിനാണ് നമ്മൾ അതിന്റെ എന്താ പറയുക ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ വെയിറ്റിന്റെ റിസൾട്ടന്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് പറയാം. ഈ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഫോഴ്സിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ. ഈ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാല്, സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ ഒബ്ജക്റ്റിന്റെയും മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ പോയിന്റാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയാം.
സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. നമുക്ക് ആ പോയിന്റ് രണ്ടും ഒന്നായിരിക്കണം, പ്രൊവൈഡഡ് ഫോഴ്സ് ഫീൽഡ് ഇസ് യൂണിഫോം ആൻഡ് പാരലൽ. ഫോഴ്സ് ഫീൽഡ് യൂണിഫോം പാരലൽ, അതായത് നമ്മൾ ഈ കേസിലാണ് നോക്കുക. അപ്പൊ ഇതിൻ്റെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ ഫോഴ്സും പാരലൽ ആണ് അല്ലെ, ഡൗൺവേർഡ് ആണ് എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ റിസൾട്ടന്റും ഡൗൺവേർഡ് ആയിരിക്കും. ഏതെങ്കിലും ഫോഴ്സിന് ഏതെങ്കിലും ടൈപ്പിൽ ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫോഴ്സിന്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ, ആ ഫോഴ്സിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യാമായിരുന്നു അല്ലേ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ടു ദി ഒബ്ജക്റ്റ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൽ എർത്ത് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വരുന്നത് അല്ലെ, അത് എക്സ്ക്ലൂസീവ് ടു ദി എർത്ത് അല്ലെ, ഓർ ദാറ്റ് പ്ലാനറ്റ്. സോ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരു പോയിന്റിലാവണമെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽഡ് ഷുഡ് ബി യൂണിഫോം ആൻഡ് പാരലൽ. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂണിഫോം പാരലോ അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യില്ല, രണ്ടും രണ്ട് പോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളുടെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് യൂണിഫോം ആൻഡ് പാരലൽ എന്നുള്ള അസംഷൻ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേരിയേഷൻ ഒക്കെ ഉണ്ടാവും, കാരണം മാഗ്നറ്റിക് ഫീൽഡൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ വേരിയേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം കുറേയും കൂടി കോംപ്ലക്സ് ആവുകയുള്ളൂ. പക്ഷെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കോസ്റ്റിൽ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ അസംഷൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ എടുക്കുന്ന ഒരു അസംഷനാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് യൂണിഫോം ആൻഡ് പാരലൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒറ്റ പോയിന്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഒബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞല്ലേ, വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റിന്റെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഒബ്ജക്റ്റിന്റെ മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ഷേപ്സിന്റെയും ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ, അതിന് ഗ്രാവിറ്റേഷൻ ആക്ട് ചെയ്യണം. പക്ഷെ നമ്മളൊരു ഷേപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഷേപ്പിന് ഒരു ഗ്രാവിറ്റിയുടെ എഫക്റ്റ് വരുമോ? വരില്ല. കാരണം ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിന് വെയിറ്റ് ഇല്ല. വെയിറ്റ് ഇല്ലാത്തതിനാണ് നമ്മൾ ഷേപ്പ് എന്ന് പറയാം അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷേപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള പേരിനേക്കാളും കുറേയും കൂടി ചേരുക സെൻട്രോയിഡ് എന്നുള്ളൊരു പേരാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷേപ്പ് ഒക്കെ പറയാൻ നേരത്ത് പറയുന്ന വാക്കാണ് സെൻട്രോയിഡ്. ഓക്കെ, സെൻട്രോയിഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ഷേപ്പിന് സെൻട്രോയിഡ് എന്നും ബാക്കി വെയിറ്റ് ഉള്ളതിനൊക്കെ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നും പറയും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഷേപ്പിന്റെ കേസിലാണെങ്കിൽ സെൻട്രോയിഡ്, അതിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാന്നാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റാൻഡം ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. ഏതെങ്കിലും ഷേപ്പിൽ ഒരു റാൻഡം ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ, അതിനെ എൻ പാർട്ടികളുടെ കളക്ഷനുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ഒബ്ജക്റ്റ് അതിൻ്റെ അകത്ത് എല്ലാ ഒബ്ജക്റ്റ് എടുക്കണം അല്ലെ. അതിന്റെ ഒബ്ജക്റ്റിന്റെ സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കിളിന്റെയും ഇൻഡിവിജ്വൽ വെയിറ്റിന്റെ സം ആണ്. ഞാൻ ഫസ്റ്റ് പാർട്ടിക്കിൾ എടുത്തു, അതിന്റെ വെയിറ്റ് dw1. സെക്കൻഡ് പാർട്ടിക്കിൾ അതിന്റെ വെയിറ്റ് dw2. തേർഡ് പാർട്ടിക്കിൾ അതിന്റെ വെയിറ്റ് dw3. പിന്നെ അപ് ടു എൻ്റെ nth പാർട്ടിക്കിൾ, ലാസ്റ്റ് പാർട്ടിക്കിൾ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ dwn ആണ്. സോ ഇതിനെല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ എല്ലാത്തിനും ടോട്ടൽ വെയിറ്റ് ആണ് എൻ്റെ റിസൾട്ടന്റ് ഫോഴ്സ്, ദാറ്റ് ഇസ് W. അത് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റാണ് ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടേക്ക് ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൊണ്ടുവരാണ്. സോ ഒരു എക്സ് ആക്സിസ് വന്നു, ഒരു വൈ ആക്സിസ് വന്നു, ഒരു സി ആക്സിസ് വന്നു. ഓക്കെ, സോ നമ്മൾ റിസൾട്ടന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് വേരിഗ്നോൺസിയറ യൂസ് ചെയ്തിട്ടാണ് അല്ലെ. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം ഈ ഓരോ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് പാർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ x1, y1 ആൻഡ് z1 ആണ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ x2, y2, z2 ആണ്. തേർഡ് പാർട്ടിക്കിളിന്റെ x3, y3, z3. nth പാർട്ടിക്കിളിന്റെ xn, yn, zn. ഓക്കെ, റിസൾട്ടന്റിന്റെ കോർഡിനേറ്റ്സ് x ബാർ, y ബാർ, z ബാർ എന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേരിഗ്നോൺസിയറ യൂസ് ചെയ്തിട്ട് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. വേരിഗ്നോൺസിയറ എന്താ പറയാ? സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഫോഴ്സസ് അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ഓഫ് അബൌട്ട് ദാറ്റ് ആക്സിസ് അല്ലെ.
അതായത് ഇൻഡിവിജ്വൽ ഫോഴ്സ് നമ്മൾ ഏതെങ്കിലും ആക്സിന് അബൌട്ട് ആയിട്ട് ഇൻഡിവിജ്വൽ ഫോഴ്സിന് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് അബൌട്ട് ദ സെയിം ആക്സിസ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇപ്പൊ എക്സ് ആക്സിസ് എടുക്കാം. സോ എക്സ് ആക്സിനെ അബൌട്ടായിട്ട് എല്ലാ ഇൻഡിവിജ്വൽ ഫോഴ്സിന്റെ മൊമെന്റ് എടുക്കാം. DW1, DW2, DW3 അങ്ങനെ അപ് ടു DWN വരെയുള്ള ഫോഴ്സസിന്റെ മൊമെന്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, സോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നോക്കുക, ഇപ്പൊ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ്സ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ലിവർ ആം ഡിസ്റ്റൻസ്. ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്ന പോയിന്റും ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയാം, അല്ലേ? സോ നമ്മൾ എക്സ് ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് ആക്സിൽ DW1 ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏത് വരും? ദാറ്റ് ഇസ് x1, അല്ലേ? സോ നമുക്ക് എങ്ങനെ ഓരോന്നൊക്കെ എഴുതാൻ പറ്റും, അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? DW1 into x1 plus DW2 into x2 plus DW3 into x3 that is equal to up to DWN into xn. അതാണ് ഇൻഡിവിജ്വൽ ഫോഴ്സസിന്റെ മൊമെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റിസൾട്ടന്റിന്റെ മൊമെന്റ് അബൌട്ട് ദി സെയിം ആക്സിസ്, അല്ലെ? റിസൾട്ടന്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് W ഇൻറ്റു അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എക്സ് ബാർ, അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? DW x1 പ്ലസ് പിന്നെ ഈ അഡീഷൻ സിമ്പിൾസ് എല്ലാം ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്, അല്ലെ? എല്ലാ മൊമെന്റും ഒരു ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എല്ലാതും പോസിറ്റീവ് എന്ന് പറഞ്ഞ് എടുക്കാം. സോ ഇനി നമുക്ക് y ആക്സിസ് കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. DW1 into y1 plus DW2 into y2 plus DW3 into y3 up to DWN into yn is equal to W into y bar, അല്ലെ? W ന്റെ y ആക്സിസിലെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ y bar ആണ്. അടുത്തത് z ആക്സിസ് എടുക്കുകയാണെങ്കിൽ സെയിം DW1 into z1 plus DW2 into z2 plus DW3 into z3 up to DW1 into zn will be equal to W into z bar. ഓക്കെ, സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് ബാർ, വൈ ബാർ, സി ബാർ ഒക്കെ കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി, ടോട്ടൽ വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് വെയിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ബോഡീസ് DW1 plus DW2 plus DW3 up to DWN. ഓക്കെ, സോ നമുക്ക് ആ ഇക്വേഷനൊക്കെ ഓരോ ആക്സായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ അവിടെ നിന്ന് എഴുതാം, അല്ലേ? ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എക്സ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ എഴുതാം, അല്ലെ? ഇങ്ങനെ എഴുതാമല്ലോ. ഇതിൻ്റെ അകത്ത് നമ്മൾ W വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആണ്, അല്ലെ? സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ DW1 x1 plus DW2 x2 plus DW3 x3 up to DWN xn divided by DW1 plus DW2 plus DW3 up to DWN, അല്ലേ? പിന്നെ ഒറ്റ ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ സിഗ്മ ഓഫ് എക്സ് ഇൻറ്റു DW ഡിവൈഡ് ബൈ സിഗ്മ ഓഫ് DW എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എക്സ് DW ഡിവൈഡ് ബൈ ഇന്റഗ്രൽ DW എന്ന് എഴുതാം, അല്ലേ? അങ്ങനെ എക്സ് ബാർ ലൊക്കേറ്റ് ചെയ്യാം. ഈ സെയിം അപ്രോച്ചിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് y ആക്സിസിലേക്കുള്ള അതിന്റെ കോർഡിനേറ്റും നമുക്ക് കണ്ടുപിടിക്കാം, അല്ലേ? സെയിം അപ്രോച്ച്, y ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് y DW ഡിവൈഡ് ബൈ സിഗ്മ DW. ഓക്കെ, അഗെയിൻ z ആക്സിന്റെ കേസിൽ എന്ത് വരും? z ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് z DW ഡിവൈഡ് ബൈ സിഗ്മ ഓഫ് DW, അല്ലേ? സോ നമുക്ക് 3 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എക്സ് ബാറും കിട്ടും, y ബാറും കിട്ടും, z ബാറും കിട്ടും. അങ്ങനെ നമുക്ക് ഇപ്പം എക്സ് ബാർ, വൈ ബാർ, സി ബാർ എന്നുള്ളതാണ് റിസൾട്ടന്റിന്റെ കോർഡിനേറ്റ്സ്. സോ നമുക്ക് റിസൾട്ടന്റിനെ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനും പറ്റും. ദാറ്റ്സ് ദി സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസ്, നമ്മളുടെ ബോഡിയുടെ ഡെൻസിറ്റി യൂണിഫോം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെയിറ്റ് വിൽ ബി ഈക്വൽ ടു വോളിയം ഇൻറ്റു വെയിറ്റ് ഡെൻസിറ്റി, അല്ലേ? നമുക്ക് പറയാം W is equal to V into rho. Then dW will be equal to d of V into rho, അല്ലേ? സോ നമുക്ക് എക്സ് ബാറിനെ കണ്ടുപിടിക്കാം. എക്സ് ബാറിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് DW ബൈ സിഗ്മ DW എന്നായിരുന്നു, അല്ലേ? സോ അതിൻ്റെ അകത്ത് നമുക്ക് ഡബ്ല്യുവിന് V into rho എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളെന്ന് പറഞ്ഞിട്ടുള്ള ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഈസ് യൂണിഫോം, അതായത് ഡെൻസിറ്റി റോ യൂണിഫോം ആണ്, ദാറ്റ്സ് എ കോൺസ്റ്റന്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിയുടെ അകത്ത് നിന്ന് നമുക്ക് റോയിനെ പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് എക്സ് ഇൻറ്റു റോ ഇൻറ്റു DV എന്ന് എഴുതാം. ഫ്രം ദാറ്റ് റോ ക്യാൻസൽസ് ഔട്ട്. റോയിനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാത്രമേ പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ. റോയിനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം റോ യൂണിഫോം ആണ്. സോ നമുക്ക് റോയിനെ ക്യാൻസൽ ചെയ്യാം. ഫ്രം ദാറ്റ് അവർ ഇക്വേഷൻ ബിക്കംസ്
സിഗ്മ ഓഫ് എക്സ് ഡി വി ഡിവൈഡ് ബൈ സിഗ്മ ഡി വി. നമുക്ക് അങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി വി ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഓഫ് ഡി വി എന്ന് എഴുതാം. സെയിം അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് y ബാർ കണ്ടുപിടിക്കാം, z ബാർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ വോളിയാണ്. ഓക്കെ, നമ്മളുടെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ തിക്നെസ് ഓഫ് ബോഡി ഈസ് വെരി സ്മോൾ ആൻഡ് ഇറ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദി ഏരിയ. നമ്മൾ ഏരിയ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് വിൽ ബി ഏരിയ ഇൻറ്റു തിക്നെസ്. നമ്മളുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ തിക്നെസ് യൂണിഫോം ആണ്. സോ നമുക്ക് എന്താ, ഡി വി വിൽ ബി ഈക്വൽ ടു ഡി എഫ് 80 എന്ന് എഴുതാം. സെയിം അപ്രോച്ച് നമുക്ക് അവിടെ എന്താ, തിക്നെസ് കോൺസ്റ്റന്റ് ആണ്. തിക്നെസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഡിയുടെ അകത്തുനിന്ന് തിക്നെസ്സിനെ പുറത്തേക്ക് എടുക്കാം. ഫ്രം ദാറ്റ് ടി ക്യാൻസൽസ് ഔട്ട് ഈച്ച് അതർ. ഫ്രം ദാറ്റ് our equation becomes x bar is equal to sigma x dA divided by sigma of dA, or integral x dA divided by integral of dA. Same approach y ബാറിനും z ബാറിനും നമുക്ക് കൊടുക്കാം. ഓക്കെ, നമ്മളുടെ അടുത്ത അസംഷൻ എന്ന് പറഞ്ഞാൽ ഒരു വയറിന്റെ ഒക്കെ കേസിലൊക്കെ ആണെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ, ഇഫ് ക്രോസ് സെക്ഷൻ ഏരിയ സെയിം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം, വോളിയം വിൽ ബി ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത്. വയറിന്റെ ഒക്കെ കേസ് കേട്ടോ. സോ ഡി വി വിൽ ബി ഈക്വൽ ടു ഡി ഇൻറ്റു എ എൽ എന്ന് എഴുതാം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതാ, എ ഇപ്പോൾ ഇവിടെ ഏരിയ കോൺസ്റ്റന്റ് ആണ്. ഏരിയ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഡിയുടെ അകത്തുനിന്ന് ഏരിയനെ എ പുറത്തേക്ക് എടുക്കാം. എ ക്യാൻസൽസ് ഔട്ട് ഈച്ച് അതർ. ഫ്രം ദാറ്റ് our equation becomes x bar is equal to sigma of x dl divided by sigma dl, or integral x dl divided by integral dl. സോ ഇവിടെ വേരി ചെയ്യുന്നത് അതിന്റെ ലെങ്ത് മാത്രമാണ്. സെയിം അപ്രോച്ച് y ബാറും z ബാറും നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്ക് ഈ വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏരിയയിൽ വേരിയേഷൻ ഉണ്ടെങ്കിലോ, ലെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഏത് കണ്ടീഷൻ ആണെങ്കിലും ഈ അപ്രോച്ച്, വേറെ ഏതെങ്കിലും ഡയമെൻഷൻ ആണ് വേരി ചെയ്യുന്നതെങ്കിൽ പോലും ഈ സെയിം ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടന്റിനെ ലൊക്കേറ്റ് ചെയ്യാം. വിച്ച് മീൻസ് വി ക്യാൻ ലൊക്കേറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദാറ്റ് ഷേപ്പ് ഓർ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ബോഡി. ഓക്കെ, നമ്മൾ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ ചില ഒബ്ജക്റ്റിന്റെ ഒക്കെ കേസിലൊക്കെ നമുക്ക് സെൻട്രോയിഡിനെ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് അവിടെ പറയുന്നത്. സോ നമ്മളിപ്പോൾ ഷേപ്സിന്റെ കേസിലാണെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്ത് ഷേപ്പോ ഒബ്ജക്റ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനൊരു ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഒരു കാൽക്കുലേഷനിലാണ് നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടിപ്പാണ് പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഇതൊരു എനിക്കിതാ ഒരു സെമി സർക്കുലർ സെഗ്മെന്റ് ഉണ്ട്. അത് സെമി സർക്കുലർ സെഗ്മെന്റ് ആകുമ്പോഴത്തേന് തന്നെ ആക്സിസ്, എത്ര ആക്സിസ് സിമെട്രി ഉണ്ടാവും? അതിന് ഒരേ ഒരു ആക്സിസ് സിമെട്രി ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡ് വിൽ ബി ഓൺ ദാറ്റ് ലൈൻ. ആ ലൈനിൽ എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ, എനിവേ സെൻട്രോയിഡ് ആ ലൈനിലാണ് നമുക്ക് പറയാൻ പറ്റും ഒരു ആക്സിസ് സിമെട്രി ഉള്ളതെങ്കിൽ. ഓർ നമുക്ക് ഒന്നിലധികം ആക്സിസ് സിമെട്രി ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഈ കേസ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്, ഒരു റെക്ടാംഗുലർ പീസ് ഉണ്ട്. സോ ഇതിന് ആക്സിസ് സിമെട്രി, ഇതിന് എത്ര ആക്സിസ് സിമെട്രി ഉണ്ട്? 2 ആക്സിസ് സിമെട്രി ഉണ്ട് അല്ലെ. ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് സിമെട്രി ഉണ്ട്, ഒരു വെർട്ടിക്കൽ ആക്സിസ് സിമെട്രി ഉണ്ട്. അങ്ങനെ 2ഓ അതിൽ കൂടുതലോ ആക്സിസ് സിമെട്രി ഉണ്ടെങ്കിൽ ആ ആക്സുകൾ എവിടെയാണോ കോയിൻസൈഡ് ചെയ്യുന്നത് അതായിരിക്കും ആ ഷേപ്പിന്റെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ ഇത്രയാണ് ഈ വീഡിയോ കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ വേഗം തന്നെ റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.